വന്ദേ മാതരം ആദ്യ അവസാനം പാടാൻ തയ്യാറാവണം. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ്. പാർലമെന്റിൽ നിയമം പാസാക്കിയതുകൊണ്ടാണ് മുഴുവൻ ആലപിച്ചത് എന്നാണ് ജയറാം രമേശിന്റെ പ്രതികരണം. ദേശീയ ഗീതം എന്ന പരിഗണന വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾക്കായിരുന്നു. എന്നാൽ മുഴുവൻ ആലപിക്കണം എന്ന തീരുമാനം എന്ന അഡ്വൈസറി വന്നത് ഈ വർഷമാണ്, 2026-ലാണ്. ആ അഡ്വൈസറി വന്ന വർഷം കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവനായി പാടുന്നു എന്ന കൗതുകം ഒന്നാമത്തേത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബാക്കി എല്ലായിടത്തും വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. AICC ആസ്ഥാനത്തും നേതാക്കളുടെ വിലക്ക് മറികടന്നുകൊണ്ട് പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ കൂടി മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ തന്നെ പതാക ഉയർത്തുമ്പോൾ വന്ദേ മാതരം പാടി പരിപാടികൾ തുടങ്ങുന്ന സമയത്ത് വന്ദേ മാതരം പാടിയതിന്റെ ആലപിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പൂർണ്ണമായി തന്നെ വന്ദേ മാതരം ആലപിക്കുന്നുണ്ട്. കോൺഗ്രസ് തന്നെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനമാണ് വന്ദേ മാതരം മുഴുവൻ ആലപിക്കാൻ എന്തിനാണ് ഇത്ര നിർബന്ധ ബുദ്ധി എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കപ്പെട്ടിരിക്കുകയാണ്.